ഒരു നൂറ്റാണ്ടിൻ്റെ ഉൾക്കരുത്തും ഒരായുസ്സിൽ ദൈവം നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും സഭയ്ക്കും സമൂഹത്തിനും അക്ഷരങ്ങളുടെ വെളിച്ചം നൽകുന്ന അധ്യാപകനായി, നേതൃത്വത്തിൻ്റെ ആൾരൂപമായി, ചരിത്രത്തിൻ്റെ ബോധ്യമായി, കുടുംബത്തിലെ സ്നേഹമായി, ഞങ്ങൾ ഓരോരുത്തരുടെയും തെളിച്ചമായി, ധർമ്മമായി, 100ന്റെ നിറവിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസർ ജോസഫ് കെ അലക്സാണ്ടർ സാറിന് സ്നേഹപൂർവം ജന്മദിനാശംസകൾ. മധ്യ തിരുവിതാംകൂറിൽ മേപ്രാൾ കണിയാന്ത്ര കുടുംബത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വന്യ KJ അലക്സാണ്ടർ കോറോപ്പീസ്കോപ്പായുടെയും അച്ചാമ്മയുടെയും ഇളയ മകനായി ജോസഫ് ജനിച്ചു. ദൈവീക ജ്ഞാനത്തിലും പരിപൂർണമായ ശിക്ഷണത്തിലും വളർന്നു വന്ന ജോസഫ് മേപ്രാൾ സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, തിരുവല്ല MGM ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. 1946 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA എക്കണോമിക്സിൽ 1ാം റാങ്ക് നേടി തന്റെ പഠന പ്രാഗൽഭ്യം തെളിയിച്ചു. സമർത്ഥനായ ഈ യുവാവ് പഠന കാലയളവിൽ തന്നെ നിരവധി അംഗീകാരങ്ങളും പ്രശംസയും നേടിയെടുത്തു. ആത്മീയ കാര്യങ്ങളിലുള്ള തന്റെ താല്പര്യവും കലാകായിക മേഖലകളിലെ കഴിവും പഠന മികവും യുവാവായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. മുംബൈ ആസ്ഥാനമായുള്ള ബ്യൂറോ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. എന്നാൽ ഒരു അധ്യാപകൻ എന്ന ജീവിത അഭിലാഷത്തിന്റെ ആരംഭം അദ്ദേഹത്തെ ഗോൽഗാപൂരിലുള്ള ഗോപാലകൃഷ്ണ ഗോഖലെ കോളേജിൽ ധനതത്വശാസ്ത്ര വിഭാഗത്തിലെ അധ്യാപകനാക്കി. 3 വർഷത്തിന് ശേഷം ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായി പ്രവേശിച്ചു. ഈ കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറായി ഈ ഗുരുവര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 1962-66 കാലഘട്ടത്തിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിലെ തലവനായി പ്രൊഫസർ ജോസഫ് കെ അലക്സാണ്ടർ നിയോഗിതനായി. ഈ കാലയളവിലാണ് കോളേജിന് എക്കണോമിക്സിൽ PG അനുവദിച്ചു കിട്ടിയത്. അധ്യാപന മേഖലയിലുള്ള തന്റെ പ്രാഗൽഭ്യവും ആത്മാർത്ഥതയും അദ്ദേഹത്തെ തുടർവർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായി നിയമിതനാക്കി. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വിവിധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് അദ്ദേഹം തന്റെ വൈജ്ഞാനിക മേഖല വിപുലപ്പെടുത്തുകയും പൊതുശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. നാട്ടകം ഗവൺമെന്റ് കോളേജിന്റെ സ്ഥാപകനും ആദ്യ പ്രിൻസിപ്പളും ആയത് തന്റെ ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലിൽ ഒന്നായി അദ്ദേഹം പലപ്പോഴും പരാമർശിച്ചിരുന്നു. ഇത്തരത്തിൽ ശ്രേഷ്ഠമായ ചുവടുവെപ്പുകൾ മൂലം പൊതുസമൂഹത്തിലും താൻ അംഗമായിരുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അൽമായ നേതൃത്വ നിരയിലും പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണസിര കേന്ദ്രമായ കാതോലിക്കേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സഭയുടെ സുപ്രധാനമായ വിവിധ സമിതികളിൽ സ്ഥിര അംഗമായി പ്രവർത്തിച്ചു. 4 മലങ്കര അസോസിയേഷനുകളിൽ ചീഫ് ഇലക്ഷൻ ഓഫീസറായി സേവനം ചെയ്യുവാൻ സാധിച്ചത് തന്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ ബഹുമതികളിൽ ഒന്നായി അദ്ദേഹം കണക്കാക്കുന്നു. സഭാപിതാക്കന്മാരോടുള്ള വിധേയത്വവും ആത്മീയ കാര്യങ്ങളിലുള്ള തന്റെ തൽപരതയും ചടുലമായ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തെ ആധ്യാത്മിക സംഘടനകളിലെ നിറസാന്നിധ്യമാക്കി. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയായ ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന MGOCSMന്റെ വൈസ് പ്രസിഡന്റായി 1978 മുതൽ 1989 വരെ അദ്ദേഹം പ്രവർത്തിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്ന വിവിധ നിലകളിലുള്ള ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടി കാലാകാലങ്ങളിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച മെത്രാപോലീത്താമാരോടും ജനറൽ സെക്രട്ടറിമാരോടും ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. തിരുവനന്തപുരം സ്റ്റുഡന്റ് സെന്റർ, കോട്ടയം സ്റ്റുഡന്റ് സെന്റർ, MGOCSM സെന്റിനറി കോംപ്ലക്സ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തന സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. സഭയ്ക്കും സമൂഹത്തിനും നിരവധി പ്രമുഖരെ വാർത്തെടുക്കുവാൻ കാരണമായി തീർന്ന
MGO-CSM ഓറിയന്റേഷൻ ക്യാമ്പ് രൂപകൽപ്പന ചെയ്തതും നടപ്പാക്കിയതും എന്തിനെന്ന ചോദ്യത്തിന് 100-ാമത്തെ വയസ്സിലും അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറയും, നിങ്ങളെയും സഭയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആണ് ഈ ഓറിയന്റേഷൻ ക്യാമ്പ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 100 വർഷത്തെ ചരിത്രം ദ സ്പിരിച്വൽ ബനയാൻ ട്രീ എഴുതി പുസ്തകമാക്കിയത് പ്രസ്ഥാനത്തിന് എക്കാലവും മുതൽക്കൂട്ടാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്ന ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാർ തെയോഫിലോസ് ബർത്ത് സെന്റിനറി അവാർഡ് ആദ്യമായി നേടിയതുൾപ്പെടെ സഭാപരമായും സാമൂഹ്യ മേഖലയിലും ദേശീയ അന്തർദേശീയ തലത്തിലും നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. MGO-CSM ചാരിറ്റബിൾ സൊസൈറ്റി, മാർ ഗ്രിഗോറിയോസ് റീഹാബിലിറ്റേഷൻ സെന്റർ, MGO-CMF മെന്റർ എന്നിവയിൽ കൂടി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സേവന മേഖലയ്ക്ക് വിശാലമായ മുഖം നൽകി. 2002 മുതൽ 2015 വരെ MGO-CSMന്റെ ട്രഷററായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ജീവിത വഴിത്താരയിൽ MGO-CSM എന്നും ഒളിമങ്ങാത്ത ഓർമ്മകളുടെ വെളിച്ചം വീശുന്നു. തിരുവനന്തപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അംഗമായി ഇടവകയിലും ട്രിവാൻഡ്രം ഭദ്രാസനത്തിലും വിവിധ കർമ്മ പദ്ധതികൾക്ക് സ്തുത്യർഹമായ നേതൃത്വം നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ, കേരള ധനശാസ്ത്ര അക്കാദമി പ്രസിഡന്റ്, കേരള PSC ആൻഡ് കർണാടക PSC എക്സ്പെർട്ട് മെമ്പർ, ഓർത്തഡോക്സ് സിവിൽ സർവീസ് അക്കാദമി ഫാക്കൽറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് ചെയർപേഴ്സൺ തുടങ്ങി ഒട്ടനവധി ഔദ്യോഗിക പദവികളും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. 1948 ജൂൺ 10 തന്റെ ജീവിത സഖിയായി കോട്ടയം കുറിച്ചിയിൽ കോലത്തുകളത്തിൽ അന്നാമയെ വിവാഹം ചെയ്തു. ഉത്തമ കുടുംബനാഥൻ, മാതൃകാ അധ്യാപകൻ, ചരിത്രകാരൻ, ആത്മീയനായ സഭാസ്നേഹി, സാമ്പത്തിക വിദഗ്ധൻ തുടങ്ങി നിരവധി വിശേഷണങ്ങൾ ചേർത്തു വയ്ക്കുവാൻ ഉതകുന്ന തരത്തിൽ തന്റെ ജീവിത കാലഘട്ടത്തെ അർത്ഥപൂർണമാക്കിയ ഓർമ്മകളിൽ കൂടി വിദഗ്ധരുടെ ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ച് അദ്ദേഹത്തിന്റെ നവതിയിൽ പുറത്തിറക്കിയ പുസ്തകമാണ് ദ ട്രോഡൻ പാത്ത്. ജീവിതയാത്രയുടെ ഏത് തിരക്കിനിടയിലും പ്രാർത്ഥനയും വായനയും അതോടൊപ്പം വ്യായാമവും അദ്ദേഹം മുടക്കിയില്ല. 100ന്റെ നിറവിലേക്ക് ചുവടുവെക്കുമ്പോൾ മായാത്ത പുഞ്ചിരിയും തോരാത്ത വാക്കുകളും പ്രചോദനപരമായ ജീവിത രീതികളും നിലയ്ക്കാത്ത സ്നേഹവും അറിവിന്റെ അണയാത്ത വെളിച്ചവും നൽകി. 1 നൂറ്റാണ്ട് ദൈവം നൽകിയ ജീവിതം ഞങ്ങളുടെ മുന്നിൽ ഒരാൾ വൃക്ഷം പോലെ ജീവിച്ചു കാണിച്ച പ്രിയപ്പെട്ട ജോസഫ് കെ അലക്സാണ്ടർ സാറിന് സ്നേഹപൂർവം പ്രാർത്ഥനകൾ, ആശംസകൾ.